നമ്മുടെ മക്കളോട്, നമ്മുടെ യുവാക്കളോട് വടിയും കമ്പും എടുത്ത് തെരുവിലിറങ്ങി ആക്രമിക്കാൻ അവർ പരസ്യമായി പറയുകയാണ്. കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ അനുഭവപ്പെടുന്നുണ്ടോ? പക്ഷെ ഇതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു ആദ്യം മുതൽ തന്നെ. നാളെ, അതായത് ജൂൺ 6-ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു രാജ്യവിരുദ്ധ മാസ്റ്റർ പ്ലാനിന്റെ തിരക്കഥ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. പരീക്ഷാ പേപ്പർ ചോർച്ചയെന്നും തൊഴിലില്ലായ്മയെന്നും ഒക്കെ പറഞ്ഞ് പാവം വിദ്യാർത്ഥികളുടെ ആവേശം ചൂഷണം ചെയ്ത് അവരെ പോലീസിന്റെ ലാത്തിക്കും തോക്കിനും മുന്നിലേക്ക് തള്ളിവിടാൻ ഇവിടെ ചിലർ വലിയ സ്കെച്ചിൽ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവം കുട്ടികളെ അവർ ബലിമൃഗങ്ങളാക്കുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? എന്തിനാണ് കുട്ടികളുടെ കയ്യിൽ ഇവർ ആയുധം വെച്ചു കൊടുക്കുന്നത്? കേൾക്കുമ്പോൾ തന്നെ ചോര തിളയ്ക്കുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലീക്കായ തിരക്കഥയിലേക്ക് കടക്കാം. സംഭവം ഇതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന് വിളിക്കുന്ന ഈ പാർട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വന്ന ചാറ്റുകൾ കണ്ടാൽ ആരും ഭയന്നു പോകും. ജൂൺ 6-ന് ഡൽഹി എയർപോർട്ടിലും ജന്തർ മന്ദറിലും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ ഇവർ കുട്ടികളെ വിളിക്കുകയാണ്. പക്ഷേ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഹർഷിത് എന്ന ഇവരുടെ ഒരു സപ്പോർട്ടർ പരസ്യമായി ഗ്രൂപ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് വരുന്നവർ വെറുതെ വന്നാൽ പോരാ, കയ്യിൽ മുളകുപൊടി സ്പ്രേയും വടികളും ഇരുമ്പ് കമ്പികളും കരുതണം. ഇമിഗ്രേഷനിൽ വെച്ച് നമ്മുടെ നേതാവിനെ തടഞ്ഞാൽ അവിടെ വലിയൊരു അക്രമം ഉണ്ടാക്കണം. ഇത്തവണ ഒരു തീരുമാനമാകും, നമ്മൾ ഇന്ത്യയെ നേപ്പാൾ പോലെയാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി സംസാരിക്കുന്നവർ എന്തിനാണ് ഇരുമ്പ് കമ്പിയും മുളകുപൊടി സ്പ്രേയും ഒക്കെ കയ്യിൽ കരുതാൻ പറയുന്നത്? ഇത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമല്ല. 2020-ൽ ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കിയ അതേ കലാപത്തിന്റെ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണത്. ഇനി കേട്ടോ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ട്വിസ്റ്റ്. ഇതിന്റെ മെയിൻ കളി നിയന്ത്രിക്കുന്ന CJPയുടെ സ്ഥാപകൻ അഭിജിത് ദിപ്കെ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സുഖമായി വിദേശത്ത് അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ എയർ കണ്ടീഷണർ മുറിയിൽ ഇരുന്നാണ് ഇയാൾ ഇന്ത്യയിലെ പാവം പിള്ളേരെ വിളിച്ച് കലാപം ഉണ്ടാക്കാൻ പറയുന്നത്. ഈ പരിപാടിക്ക് ഇവർ ഡൽഹി പോലീസിൽ നിന്ന് യാതൊരുവിധ പെർമിഷനും വാങ്ങിയിട്ടുമില്ല ഇതുവരെ. ഇവന്മാരുടെ കൂടെയുള്ള ചീഫ് വക്താവ് സൗരവ് ദാസ് ഒക്കെ ആരാണെന്ന് അറിയാമോ? 2020-ൽ ഡൽഹിയിൽ ട്രംപ് വന്ന സമയത്ത് ബോധപൂർവം കലാപം പ്ലാൻ ചെയ്ത 2016 മുതൽ രാജ്യദ്രോഹ കുറ്റത്തിൽ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിന്റെ കടുത്ത ഫാനുകളാണ് ഇവരൊക്കെ. പരീക്ഷ എഴുതുന്ന പാവം കുട്ടികളുടെ വിഷമം മാറ്റാനല്ല ഇവരുടെ വരവ്, അക്രമമുണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാനും അതുവഴി വാർത്തകളിൽ നിറയാനും മാത്രമാണ് ഇവരുടെ ഈ കോക്കാച്ചി നാടകം. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ അന്താരാഷ്ട്ര ഗൂഢാലോചന കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ അതിവേഗം വളരുകയാണ്. വിദ്യാഭ്യാസം പരിഷ്കരിച്ചും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയും NDA സർക്കാർ രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നു. പരീക്ഷാ പേപ്പറിന്റെ ചോർച്ചയൊക്കെ അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ ചോർച്ചയൊക്കെ കർശനമായ നിയമത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ അർബൻ നക്സലുകൾക്കും ഇസ്ലാമോ ലെഫ്റ്റിസ്റ്റ് കൂട്ടുകെട്ടിനും വേണ്ടത് പ്രശ്നപരിഹാരമല്ല. അവർക്ക് നമ്മുടെ കുട്ടികളെ പോലീസിന് മുന്നിലേക്ക് തള്ളിവിട്ട് അടി വാങ്ങിക്കണം, ചോര ചീന്തണം. ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പും പുറത്തു വരുന്നത്. ഇറാനിൽ ഖമേനി ഭരണകൂടം അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെ ചവിട്ടിമെതിച്ച് ക്രൂരമായി അടിച്ചമർത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന ഇതേ കൂട്ടരാണ് ഇന്ന് ഭാരതത്തിലെ NDA സർക്കാർ എടുക്കുന്ന ഏതൊരു സുരക്ഷാ നടപടിയെയും ഫാസിസം എന്ന് വിദേശ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിത്രീകരിക്കാൻ നോക്കുന്നത്. 2025-ൽ നേപ്പാളിൽ ഇതേപോലെ ജെൻസി യുവാക്കളെ തെരുവിലിറക്കി അക്രമം നടത്തിച്ച് ചോരപ്പുഴ ഒഴുക്കിയതുപോലെ ഇന്ത്യയും തകർക്കാൻ നോക്കിയാണ് ഇവർ. അൽ ജസീറ, BBC പോലുള്ള വിദേശ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ സ്റ്റേറ്റ് വേഴ്സസ് സിറ്റിസൺസ് എന്ന വ്യാജ ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ മോദി ഭരണകൂടം ഇന്ത്യൻ യുവാക്കളെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുന്നു എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നമ്മുടെ കുട്ടികളെ ഇവർ വെറും ബലിമൃഗങ്ങളാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ആവേശത്തെയും വിഷമങ്ങളെയും ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾ അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനായി വിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. യഥാർത്ഥ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ സമാധാനപരമായി ചർച്ചയിലൂടെ വേണം പരിഹരിക്കപ്പെടേണ്ടത്. അല്ലാതെ തലസ്ഥാന നഗരിയിൽ കലാപമുണ്ടാക്കാൻ വരുന്ന ഈ പാറ്റകളുടെ കെണിയിൽ നമ്മുടെ മക്കൾ വീഴരുത്. രാജ്യത്തിന്റെ പുരോഗതിയും സമാധാനവുമാണ് നമുക്ക് പ്രധാനം. ഒരു ഒത്തൊരുമയുടെ, ജാഗ്രതയോടെ നമുക്ക് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ തനി നിറം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാം. ന്യൂസ് ഡെസ്ക് കേരളം.